രവി പിള്ളയ്ക്ക് സ്നേഹാദരവൊരുക്കിക്കൊണ്ട് സംസ്ഥാനം സംഘടിപ്പിക്കുന്ന സ്നേഹസംഗമം തുടങ്ങുന്നു വന്ദനത്തോടുകൂടി. കേരളത്തിൻ്റെ തനത് കലാരൂപം കഥകളി സമർപ്പണം. ഇത് നമ്മുടെ ഏവരുടെയും അദ്ദേഹത്തിനുള്ള ആദ്യ സമ്മാനം. വേദിയിൽ കലാമണ്ഡലം വൈശാഖ്, പദം കലാമണ്ഡലം വിനോദ്, കലാമണ്ഡലം വേണുമോഹൻ ഓൺ ചെണ്ട ആൻഡ് കലാമണ്ഡലം വേണുഗോപാൽ ഓൺ മൃദംഗം. ജയ ജയ മഹിതേ വിജയ, ജയ ജയ മഹിതേ വിജയ, ജയ ജയ മഹിതേ. ആരതിയൊഴിയുന്നു ആരതിയൊഴിയുന്നു ആമോദ ചിത്തനായി, ആരതിയൊഴിയുന്നു ആമോദ ചിത്തനായി, ആനന്ദാതിരേകേ ആരാധ്യ ചന്ദ്രികേ സൂര്യ തേജസ്സായി, സൂര്യ തേജസ്സായി, ലോകൈക പുണ്യമായി, വാനോളമുയർന്നോരു അർക്കശോഭേ. ജയ ജയ മഹി. പൂവാങ്കുരുന്നാകും ജീവിത പാന്താവിൽ, പൂവാങ്കുരുന്നാകും ജീവിത പാന്താവിൽ, പെട്ടുഴലുന്നോർക്കു ശരണമായി, പർവ്വത മഹിമയായി മർത്യനോ ഗണേശമായി, പർവ്വത മഹിമയായി മർത്യനോ ഗണേശമായി, കൈവല്യ പുണ്യമായി കാവലാകൂ, പുണ്യമായി കാവലാകൂ. ജയ ജയ മഹീതേ. ഛായാ ഹൃദയമായി, ഛായാ ഹൃദയമായി ഗീതഗമായുമീ, ഛായാ ഹൃദയമായി ഗീതഗമായുമീ, ചൈതന്യ പൂർണിമ രത്നരവിനാഥേ യാകാശമാകുമീ, പൊൻപ്രഭ പടരട്ടെ യാകാശമാകുമീ, പൊൻപ്രഭ പടരട്ടെ വാണരുളു വേഗനിത്യസത്യേ. ജയ ജയ മഹിതേ വിജയ, ജയ ജയ മഹിതേ വിജയ, മഹിതേ വിജയ.
പത്മശ്രീ ഡോക്ടർ ബി രവിപിള്ളയ്ക്ക് സ്നേഹാദരവ് അർപ്പിച്ചുകൊണ്ട് സംസ്ഥാനമൊരുക്കുന്ന രവിപ്രഭ സ്നേഹസംഗമം ഔപചാരിക സമ്മേളനം ഇവിടെ തുടങ്ങുകയായി. ഏവരെയും ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദരണീയരായ വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ചടങ്ങിന് മുന്നോടിയായി രവിപിള്ള ഇപ്പോൾ ഏതാണ്ട് 1.5 ലക്ഷം 2 ലക്ഷത്തോളം ആൾക്കാരെ തൊഴിൽ കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് എന്ന് പറയുന്ന കമ്പനി TCS ആണ്. TCSൻ്റെ മൊത്തം എംപ്ലോയ്മെൻറ്റ് സ്ട്രെങ്ത് 6.5 ലക്ഷമാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ മൊത്തം എംപ്ലോയ്മെൻറ്റ് 5.5 ലക്ഷമാണ്. ഏതാണ്ട് അതിൻ്റെ പകുതിയോളം ആളുകളെ ഈ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഈ ജീവിതകാലത്തിനിടയിൽ അവർക്ക് കാരുണ്യവും സ്നേഹവും നന്മയും അവരുടെ ജീവസന്ധാരണത്തിലുള്ള കാര്യങ്ങളെല്ലാം പകർന്നു കൊടുത്തത് ഒരു വലിയ അത്ഭുതമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തിന് മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്ന നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കം നടത്തുന്ന ശ്രീ രവിപിള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രയത്നത്തിലൂടെ ഇത്തരത്തിൽ ഏറ്റവും ഉന്നത ബഹുമതി ബഹറിൽ നിന്ന് നേടാൻ കഴിയുന്ന തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറെ ബഹുമാനപൂർവ്വം അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മളെല്ലാവരും വലിയ സന്തോഷത്തോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കാരണം ബഹ്റിൻ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതികളിൽ ഒന്നായ മെഡൽ ഓഫ് എഫിഷ്യൻസി ഫസ്റ്റ് ക്ലാസ്, അതിനാണ് പത്മശ്രീ ഡോക്ടർ ബി രവിപിള്ള അർഹനായത്. അതിൽ അദ്ദേഹത്തെ അനുമോദിക്കാൻ അദ്ദേഹത്തിന് നാട് നൽകുന്ന ആദരവ് എന്ന നിലക്ക് സംഘടിപ്പിച്ച ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുക എന്നത് സന്തോഷകരമായ കാര്യമാണ്. ആ സന്തോഷം ആദ്യമേ തന്നെ പങ്കുവെക്കട്ടെ. ഇതാദ്യമായാണ് ഒരു വിദേശ വ്യവസായിക്ക് ഇത്തരത്തിലുള്ള ഒരു പുരസ്കാരം ബഹ്റിൻ നൽകുന്നത്. വ്യത്യസ്ത മേഖലകളിൽ ബഹ്റിൻ്റെ വികസനത്തിനു വേണ്ടി അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ മുൻനിർത്തിയാണ് ഈ അവാർഡ് നൽകപ്പെട്ടിരിക്കുന്നത്. അതാകട്ടെ നമുക്കെല്ലാവർക്കും അഭിമാനകരമാണ് താനും. വലിയ ജീവിത വിജയം കൈവരിക്കുമ്പോഴും അത് തന്നോടൊപ്പമുള്ള തൊഴിലാളികളുടെ വിജയമാണെന്നാണ് പലപ്പോഴും രവിപിള്ള പറഞ്ഞിട്ടുള്ളത്. സന്തോഷമുള്ള തൊഴിലാളികളാണ് ഏറ്റവും മികച്ച ഉൽപ്പാദനക്ഷമതയുള്ളവർ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളി ക്ഷേമത്തിൽ വലിയ പ്രാധാന്യമാണ് അദ്ദേഹം തൻ്റെ കമ്പനിയിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പല തൊഴിലാളികളും പതിറ്റാണ്ടുകളോളം അദ്ദേഹത്തോടൊപ്പം നിലകൊള്ളുന്നത്. രവിപിള്ളയുടെ ജീവകാരുണ്യപരമായ കരുതലിന് നിദർശനമാണ് അദ്ദേഹത്തിൻ്റെ RP ഫൗണ്ടേഷൻ. അതിലൂടെ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ സഹായവും ചികിത്സാ സഹായവും വിവാഹ സഹായവും ഒക്കെ നൽകുന്നുണ്ട്. ഭൂകമ്പം, സുനാമി ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ പല രാജ്യങ്ങളിലേക്കും സഹായമെത്തിക്കാനും RP ഫൗണ്ടേഷന് കഴിഞ്ഞിട്ടുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ നന്മ വലിയ തോതിൽ നമ്മുടെ കേരളവും അനുഭവിച്ചിട്ടുണ്ട്. അവയ്ക്കെല്ലാം നന്ദി രേഖപ്പെടുത്താൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. രവിപിള്ളയെ അദ്ദേഹത്തിന് ലഭിച്ച അത്യപൂർവമായ ഈ ആദരവിൽ അനുമോദിച്ചുകൊണ്ടും അതിലുള്ള കേരളത്തിൻ്റെ ആഹ്ലാദാഭിമാനങ്ങൾ പങ്കുവെച്ചുകൊണ്ടും ഈ സ്നേഹസംഗമം നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. ഡോക്ടർ രവിപിള്ളയ്ക്കുള്ള കേരളത്തിൻ്റെ സ്നേഹോപഹാരം ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമർപ്പിക്കുകയാണ്. ആദരസൂചകമായി
ഉത്തരീയം ചാർത്തുകയും ചെയ്യുകയാണ്. ഡോക്ടർ രവി പിള്ള രചിക്കുന്ന ആത്മകഥ, ഇതിൻ്റെ കവർ പേജ് പ്രകാശനം ചെയ്യാൻ കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ളയ്ക്ക് കൈമാറിക്കൊണ്ടാണ് പ്രകാശന കർമ്മം അദ്ദേഹം നിർവഹിക്കുക. ചിലരുണ്ട് നമ്മൾക്കു ചിറകാണവർ, ചിലരുണ്ടു നന്മയ്ക്കു തണലായവർ. ചിലരുണ്ടു നമ്മൾക്കു ചിറകാണവർ, ചിലരുണ്ടു നന്മയ്ക്കു തണലായവർ. പനിയുള്ള നെറ്റിയിൽ സ്പർശമാകുന്നവർ, പൊരിവയിൽ പാടത്തു തണൽ വൃക്ഷമാകുവോർ. ഉദയരവികിരണമായി തൊട്ടുണർത്തുന്നവർ, ഉയരങ്ങൾ താണ്ടുവാൻ ചിറകു നൽകുന്നവർ. ഉദയരവികിരണമായി തൊട്ടുണർത്തുന്നവർ, ഉയരങ്ങൾ താണ്ടുവാൻ ചിറകു നൽകുന്നവർ. അവരെ നമിക്കുന്നു സ്നേഹമലയാളം. വിജയങ്ങളവനവനു സ്വന്തമെന്നോർക്കാതെ വിതറുന്നവർ, തുണക്കൈകളാകുന്നവർ. തണലായി തലോടലായി വിശ്വമലയാളത്തെ വിജയമാമലകൾക്കുമപ്പുറത്തേറ്റോർ. പ്രവാസാംബരം മേലെ ചിറകടിച്ചുയരുമോർ, പ്രതിസന്ധിയിൽ നാടിനുയിരായി മാറുവോർ. പ്രതിസന്ധിയിൽ നാടിനുയിരായി മാറുവോർ. അവരെ തലോടുന്നു മാതൃമലയാളം, അവരെ നമിക്കുന്നു സ്നേഹമലയാളം. പച്ചയിൽ തെങ്ങും നെൽപ്പാടവും തുന്നിയ ചിത്രപ്പുടവയുടുത്തൊരൻ കേരളം. പാദങ്ങളിൽ തിരക്കൊലു സണിഞ്ഞും നൃത്തതാളങ്ങളിൽ കൊട്ടിയാടുന്ന കേരളം. കേരമലയാളം തലോടുന്നു നിങ്ങളെ. അവരെ തലോടുന്നു മാതൃമലയാളം, അവരെ നമിക്കുന്നു സ്നേഹമലയാളം. വളരുമ്പോൾ നാടിനെ ഒപ്പം വളർത്തുവാൻ വിരിവുള്ള നെഞ്ചകം വേണം. വിജയങ്ങളവനവൻ സ്വന്തമെന്നോർക്കാതെ വിതരണം, വിളയണം, വയലേലയാകണം. ചിറകാണവർ, തണൽ മരമാണവർ, ചിരി മറയാത്ത നാടിൻ്റെ കരളാണവർ. ചിരി മറയാത്ത നാടിൻ്റെ കരളാണവർ. ചിലരുണ്ടു നമ്മൾക്കു ചിറകാണവർ, ചിലരുണ്ടു നന്മയ്ക്കു തണലായവർ. പനിയുള്ള നെറ്റിയിൽ സ്പർശമാകുന്നവർ, പൊരിവയിൽ പാടത്തു തണൽ വൃക്ഷമാകുവോർ. ഉദയരവികിരണമായി തൊട്ടുണർത്തുന്നവർ, ഉയരങ്ങൾ താണ്ടുവാൻ ചിറകു നൽകുന്നവർ. ഉദയരവികിരണമായി തൊട്ടുണർത്തുന്നവർ, ഉയരങ്ങൾ താണ്ടുവാൻ ചിറകു നൽകുന്നവർ. അവരെ തലോടുന്നു മാതൃമലയാളം, അവരെ നമിക്കുന്നു സ്നേഹമലയാളം. നമ്മുടെ രാഷ്ട്രത്തെ ലോകം മുഴുവൻ നോക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം അഭിമാനകരമായ നിമിഷങ്ങളിലൂടെ നമുക്ക് ലോകത്തിന് സംഭാവന ചെയ്യാൻ സാധിച്ച മഹത്തുക്കളെ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമം മലയാളികളായ നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും ആഹ്ലാദം പകർന്നു നൽകുന്നതാണ്. അദ്ദേഹത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ നല്ല രീതിയിൽ നമ്മുടെ എല്ലാവർക്കും വേണ്ടി, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ 100% യോജിക്കുകയാണ്. ഇവിടെ ഞാൻ അതുകൊണ്ട് രവിപിള്ളയുടെ പുസ്തകവും, ഇവിടെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം
ഇവിടെ പ്രകാശനം ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു. അതിൻ്റെ കവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമുക്ക് സമർപ്പിച്ചു. ഈ സാഹചര്യത്തിൽ ഇത്തരം ആളുകളെയാണ് വേണ്ടത്. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ എൻ്റെ ബിനോയ് വിശ്വൻ്റെ ഒരു എന്താ പറയണ്ട വലിയ വ്യക്തിബന്ധമുള്ള ഒരാളാണ്. ബിനോയ് വിശ്വത്തിൻ്റെ പാർട്ടിയുടെ സ്റ്റേറ്റ് ലെവലിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആണെന്ന് തോന്നുന്നു ആളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. മുരളിയൊക്കെ ഇവിടെ വന്ന ഞങ്ങളുടെ എല്ലാ അഭിപ്രായം ഇതെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. അപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഈ ഒരു കാഴ്ചപ്പാട് അതിന് തീർച്ചയായും രവിപിള്ള ഒരു മകുട ഉദാഹരണമാണ്. അദ്ദേഹത്തിന് തീർച്ചയായും സർവശക്തനായ ദൈവം കൂടുതൽ ആയുസ്സും ആരോഗ്യവും ബിസിനസ് മേഖലയിലും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. ആ ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴും ചവിട്ടി നിൽക്കുന്ന മണ്ണിന് മറക്കില്ലെന്ന അദ്ദേഹത്തിൻ്റെ സവിശേഷതയ്ക്ക് മുമ്പിൽ കൂടി ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. നന്ദി ബഹുമാനപ്പെട്ട ഗവർണർ. ഡോക്ടർ രവിപിള്ളയ്ക്കുള്ള ആദരവ് അദ്ദേഹം സമർപ്പിക്കുന്നു. കഥകളി ശില്പവും ഒപ്പം ഉത്തരീയം ചാർത്തുകയും ചെയ്യുന്നു. हमारा हर आदमी का पसीने का टिपका सोना बन रहा है, वो सिर्फ आरपी ग्रुप का वजह से है. ഇന്ത്യ ഒട്ടാകെ കൊറോണ ബാധിച്ചിരുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന പല സുഹൃത്തുക്കളുടെയും തൊഴിൽ നഷ്ടമായെങ്കിലും ഈ കമ്പനിയിൽ വർക്ക് ചെയ്തു വരുന്നതുകൊണ്ട് എനിക്ക് തൊഴിൽ നഷ്ടമാകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. Our organization has grown tremendously, achieving excellence in every project we have undertaken. ശരിക്കും നമ്മളെ കൂടെ ഒരു ലീഡർഷിപ്പായിട്ട് നിന്ന് നടത്തുന്ന വേറെ ഒരു ലീഡറും നമുക്ക് ഈ മിഡിൽ ഈസ്റ്റിൽ കാണാൻ പറ്റത്തില്ല. കമ്പനിയിൽ ജോയിൻ ചെയ്ത ശേഷം എനിക്ക് കരിയറിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീ രവിപിള്ള എൻ്റെ ഒരു സഹോദരനാണ്. വളരെ വർഷങ്ങളുടെ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അത് തികച്ചും വ്യക്തിപരമാണ്. ആ വ്യക്തിപരമായ ബന്ധം എല്ലാ കാലഘട്ടത്തിലും കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ പരസ്പരം ശ്രമിച്ചിട്ടുണ്ട്. ബഹ്റിനിൽ പോയാൽ, സൗദി അറേബ്യയിൽ പോയാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തെ നേരിൽ കാണാൻ കഴിയും. അവിടെ പണിയെടുക്കുന്ന ഓരോ മലയാളിയും ഇന്ത്യക്കാരനും ഇന്ത്യയുടെ പുറത്തുള്ള രാജ്യങ്ങളിലെ ജീവനക്കാരും അഭിമാനബോധത്തോടെയാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയും വിലയിരുത്തുന്നത്. പ്രവാസികളായ മലയാളികളെ ബുദ്ധിമുട്ടിലാകുമ്പോൾ ഞങ്ങളൊക്കെ ഫോൺ ചെയ്താൽ ആ ഫോൺ സ്വീകരിച്ചുകൊണ്ട് അവരെ സഹായിക്കാൻ അദ്ദേഹം കാണിക്കുന്ന ഒരു മനോഭാവം അതെന്നും സ്മരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് ശ്രീ രവിപിള്ള എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഉദ്യമം തുടരണം. ഓരോ മലയാളിക്കും അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നൊരു പേരായി ശ്രീ രവിപിള്ള പ്രവർത്തനം തുടരണം എന്നാണ് എൻ്റെ അഭിപ്രായം. സർവശക്തനായ ദൈവം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. എനിക്ക് പറയാനുള്ളത് ഈ സമ്പന്നരെ പറ്റി ഒരു ചൊല്ലുണ്ടത് ഇംഗ്ലീഷിലാണ്. ദ ഗോൾ ഈസ് നോട്ട് ടു ഗെറ്റ് റിച്ച്, ദ ഗോൾ ഈസ് ടു ലിവ് റിച്ച് എന്നാണ്. അതായത് സമ്പന്നരാവുക എന്നത് ഭൂരിപക്ഷത്തിൻ്റെയും സ്വപ്നമാണെങ്കിലും സമ്പത്ത് സാർത്ഥകമാകുന്നത് അത് ഉണ്ടാക്കുന്നതിലല്ല, അത് ഉപയോഗിക്കുന്നതിലൂടെയാണ് എന്നർത്ഥം വരുന്നതാണ് ഈ ചൊല്ല്. രവിപിള്ള ചേട്ടനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ ചൊല്ലാണ് എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത്. ഒരാൾ കോടീശ്വരനോ ശതകോടീശ്വരനാവുന്നത് ആഡംബരം കൊണ്ടല്ല, മറിച്ച് അർഹിക്കുന്നവർക്കും അശരണർക്കും നേടിയ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം തിരികെ നൽകുന്നതിലൂടെയാണ്. തൻ്റെ സ്വത്ത് ഉപയോഗിച്ച് അനേകർക്ക് ജീവിത അവസരം ഉണ്ടാക്കുന്നതിലൂടെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർവ്വമതങ്ങളുടെയും തത്വശാസ്ത്രങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും അനുശാസിക്കുന്നതും ഇത് തന്നെയാണ്. അത് അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുന്നു. അതിൻ്റെ അതിൻ്റെ ഒരു നന്മയും ഐശ്വര്യവും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തൻ്റെ വ്യവസായ സാമ്രാജ്യം അനുദിനം വികസിപ്പിക്കുമ്പോൾ രവിപിള്ള ചേട്ടൻ ചെയ്യുന്ന അതാണ്. അതറിയണമെങ്കിൽ പ്രവാസി മലയാളികളോട് അന്വേഷിക്കണം.
ഇവിടെ എല്ലാവരും പറഞ്ഞ അതാണ്. അദ്ദേഹം ഒരുപാട് പേർക്ക് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ്. താൻ ജീവിക്കുന്ന സമൂഹത്തോടും സ്നേഹവും കരുതലും പ്രകടിപ്പിക്കുന്നതിനപ്പുറം വലിയ സാമൂഹിക പ്രതിബദ്ധത ഇല്ലെന്ന് കരുതുന്ന ആളാണ് ഞാൻ. അതുപോലെ തന്നെയാണ് എനിക്ക് രവിപിള്ള ചേട്ടൻ. ഏതാണ്ട് നൂറ്റാണ്ട് മുമ്പ് തന്നെ ഈ ഊർജ മേഖലയുടെ പ്രാധാന്യവും പ്രസക്തിയും തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ ഒരു സ്ഥാപനത്തെ ഇത്രത്തോളം ബൃഹത്തായി വളർത്തിയെടുക്കാൻ സാധിച്ച രവിപിള്ള ചേട്ടൻ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് നാളിതുവരെ ഒരു ദിവസം പോലും അവധി എടുത്തിട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞതും കേട്ടതും അത്ഭുതത്തോടെ. ഞാൻ പലരോടും ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം ഇതുവരെ അങ്ങനെ ലീവൊന്നും എടുക്കാറില്ല. വ്യക്തി ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അറിയാവുന്ന ഒരാളാണ്. രവിപിള്ള ചേട്ടൻ്റെ മനസ്സിലും എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വ്യക്തി ജീവിതത്തിലും സിനിമാ ജീവിതത്തിലും പല കാര്യങ്ങളിലും എപ്പോൾ വേണമെങ്കിലും വിളിച്ച് അഭിപ്രായം ചോദിക്കാനും ഉപദേശം ആരായാനും സ്വാതന്ത്ര്യം തന്നൊരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ ഒരുപാട് പേർക്ക് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ബഹ്റിൻ ഭരണകൂടത്തിൻ്റെ ഏറ്റവും ഉന്നത പുരസ്കാരമായ ദ മെഡൽ ഓഫ് എഫിഷ്യൻസി ഫസ്റ്റ് ക്ലാസ് ലഭിച്ച അദ്ദേഹത്തെ ആദരിക്കാൻ മുൻകൈയെടുത്ത സംസ്ഥാന സർക്കാരിന് ഞാൻ നന്ദി പറയാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുന്നു. ഇവിടെ ശ്രീധരൻപിള്ള സാറൊക്കെ പറഞ്ഞതുപോലെ പുരസ്കാരങ്ങൾക്ക് മൂല്യമുണ്ടാകുന്നത് അവ അർഹിക്കുന്ന കരങ്ങളിൽ എത്തിച്ചേരുമ്പോഴാണ്. നാളെയുടെ ചെറുപ്പക്കാർക്ക് ഈ ജീവിതം മാതൃകയാക്കാനുള്ള സന്ദേശമായിട്ട് അദ്ദേഹത്തിന് നൽകുന്ന ഈ അംഗീകാരവും സ്വീകരണവും മാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട രവിപിള്ള ചേട്ടൻ എല്ലാവിധ ഭാവുകങ്ങളുമായി ആരോഗ്യ സൗഖ്യവും നേരുന്നു. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു നന്മകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഡോക്ടർ രവിപിള്ളയ്ക്കുള്ള സ്നേഹോപഹാരം സമർപ്പിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഒപ്പം ഉത്തരയും ചേർത്താനും. ആർട്ടിസ്റ്റ് മദനൻ വരച്ച ഡോക്ടർ രവിപിള്ളയുടെ പോർട്രേറ്റും അദ്ദേഹം കൈമാറുന്നു മദനൻ്റെ സാന്നിധ്യത്തിൽ. സ്നേഹോപഹാരം ശ്രീ രമേശ് ചെന്നിത്തലയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നു ഡോക്ടർ രവിപിള്ള. അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. Dr. Ravi Pillai sir is an inspiration for many, and for me. I am happy with management. It's very helpful and good. Life la enak ella kadachadu indha company la dhaan. Enoda oru scaffold writer aanu vannathu. Ippol njan scaffolding manager aayittu work cheyunu. Working with RP Group has always been recognized and valued. It's a great platform to develop our career along with financial stability. We thank you, our respected chairman Dr. Ravi Pillai sir, for this great opportunity and environment. Thank you. ഒരു പൈപ്പിംഗ് ഫോർമാനായിട്ട് വന്ന് ഇന്ന് പൈപ്പിംഗ് മാനേജറാണ്. 30 വർഷത്തോടേക്ക്
സാധാരണ കുടുംബത്തിൽ ജനിച്ച് കഠിനാധ്വാനത്തിലൂടെ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലും ഇന്ത്യയിലും ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ വലിയൊരു തൊഴിൽ സംരംഭ സാമ്രാജ്യം പടുത്തുയർത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മുടെ യുവതലമുറയ്ക്ക് മുഴുവൻ പ്രചോദനകരമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു. എല്ലാവിധ സ്നേഹ ആദരവുകളോടുകൂടി അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഡോക്ടർ രവി പിള്ളയ്ക്കുള്ള ഉപഹാരവും ഉത്തരീയവും അദ്ദേഹം കൈമാറാനുണ്ട്. സന്തുഷ്ടനായ ഒരു തൊഴിൽ ദാതാവിന് മാത്രമേ നല്ലൊരു തൊഴിലാളി സമൂഹത്തെ വാർത്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. തൻ്റെ സെൽഫ് കോൺഫിഡൻസ് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ആധാരം എന്നിവിടെ എല്ലാവരും പറയുകയുണ്ടായി. അത് തന്നെ തൊഴിലാളികൾക്കും അദ്ദേഹം പകർന്നു നൽകുന്നു എന്നുള്ളതാണ്. തൻ്റെ സന്തോഷം തൻ്റെ കീഴിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്കും അദ്ദേഹത്തിന് നൽകുവാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് രവി പിള്ളയെ വ്യത്യസ്തനാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ വാക്കുകൾ സമരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഉപഹാര സമർപ്പണമാണ് കഥകളി ശില്പവും ഉത്തരീയവും. ജയ ജയ മഹിതേ. വ്യക്തിപരമായി എൻ്റെ പേരിൽ, എൻ്റെ പാർട്ടിയുടെ പേരിൽ ഞാൻ രവിപിള്ളച്ചേട്ടന് ഭാവി ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും നേരുന്നു, എല്ലാ മംഗളങ്ങളും നേരുന്നു. അത് ഹൃദയത്തിൽ നിന്നും പറിച്ചെടുത്ത ഒരുപടി പൂക്കൾ ഞാൻ ആ കൈകളിൽ സ്നേഹത്തോടെ ഏൽപ്പിക്കുന്നു. നമസ്കാരം. സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അടയാളമായി ഉപഹാരങ്ങൾ സമർപ്പിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. കഥകളി ശില്പവും ഉത്തരീയവും. ദയാനുകമ്പയുടെ ഭാഗമായിട്ടല്ല, എൻ്റെ ചുമതലയാണ്, ഉത്തരവാദിത്വമാണ് എന്ന ബോധത്തോടു കൂടി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അത്യപൂർവം വ്യക്തികളിൽ ഒരാൾ എന്നുകൂടി വിശേഷിപ്പിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ അഭിമാനകരമായ ഈ നേട്ടത്തിലുള്ള സന്തോഷം ആവർത്തിച്ച് ഈ അവസരത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് കൂടുതൽ നല്ല ആരോഗ്യത്തോടും സംതൃപ്തിയോടും സന്തോഷത്തോടും ആയുർദൈർഘ്യത്തോടും മുന്നോട്ട് പോകാൻ, നല്ലൊരു കുടുംബജീവിതം നയിച്ച് സമൂഹത്തിനാകെ മാതൃകയായി തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും കൊല്ലത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അതിലുള്ള അഭിമാനം, അതിലുള്ള സന്തോഷം, ദീർഘകാലമായ ഒരു സാഹോദര്യ സൗഹൃദ ബന്ധം, കുടുംബ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ, ജനപ്രതിനിധി എന്ന നിലയിൽ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രൗഢഗംഭീരമായ സ്വീകരണ സമ്മേളനത്തിന് മുമ്പാകെ ആ അനുഭവ സാക്ഷ്യം പങ്കുവെച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും അഭിനന്ദനങ്ങളും അനുമോദനവും ആവർത്തിച്ചറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ സ്നേഹോപഹാര സമർപ്പണത്തിനായി ക്ഷണിക്കുന്നു. കഥകളി ശില്പവും ഉത്തരീയവും. മാനേജ്മെന്റിന്റെയും കൊളീഗ്സിന്റെയും സപ്പോർട്ടോടുകൂടി എനിക്ക് മികച്ചൊരു കരിയർ ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ മികച്ച സാമ്പത്തിക നേട്ടവും ഈ കാലയളവിൽ ഉണ്ടായി. എടുത്തു പറയേണ്ട ഒരു കാര്യം, ദി ജോബ് സെക്യൂരിറ്റി ആൻഡ് ഷുവർട്ടി, സാലറി ഷുവർട്ടി ഇറ്റ്സ് വെരി അമേസിംഗ് കമ്പയർ ടു അതർ. കമ്പനിയിൽ ജോലി ചെയ്യാൻ അവസരം തന്ന RP ഗ്രൂപ്പ് മാനേജ്മെന്റിനും രവി പിള്ള സാറിനും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. Good evening, everyone, distinguished dignitaries, and my dear friends. First, I would like to express my sincere gratitude for being invited to this distinguished occasion. It is an honor to be with you today to celebrate the remarkable achievement of Dr. Ravi Pillai. Dr. Pillai, I extend my heartfelt congratulations on being awarded the prestigious Medal of Efficiency First Class, conferred upon you by His Majesty King Hamad bin Isa Al Khalifa, the King of Bahrain. Dr. Pillai is the first foreigner to receive this award from His Majesty. Very proud. Bahrain is a beautiful country where people from all over the world
live harmoniously, and we offer equal opportunities to everyone. Dr. Pillay has played a pivotal role in reinforcing India-Bahrain relations, not only as one of the largest employers for Bahrainis, Indians, and other expatriates in Bahrain, but also as a key figure in fostering goodwill among our people. This honor is a testament to Dr. Pillay's unwavering dedication, tireless work ethic, and vision for progress. Once again, I am privileged to congratulate Dr. Pillay on this well-deserved honor. Dr. Ravi Pillay, all Bahrain are very proud of you, and thank you very much for your attention. ഇതുവരെ നടന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഡോക്ടർ രവിപിള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം ഇതുവരെ മെമൻറ്റോ സ്വീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ആ മെമൻറ്റോ തിരിച്ച് ഹിസ് എക്സലൻസി ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ ഖലീഫ അൽ ഖലീഫയ്ക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. സ്നേഹോപഹാരം കൈമാറുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മഹത്താര വ്യവസായി എന്ന രീതിയിൽ അദ്ദേഹം കേരളം കൊല്ലത്തുനിന്ന് പോയാണ് കൊല്ലത്ത് കേരളത്തിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റർ എന്ന രീതിയിലും ഏറ്റവും നല്ല വ്യവസായി എന്ന രീതിയിൽ കേരളത്തിൽ ഒന്ന് തിളങ്ങണം എന്ന് ഞാൻ അത് അഭ്യർത്ഥിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വരുമാനം, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി കേരളത്തിലെ ഏറ്റവും നല്ല ഒരു വ്യവസായി, ഏറ്റവും നല്ല സ്ഥാപനങ്ങൾ, കാരണം 1.5 ലക്ഷം ജനങ്ങൾ മലയാളികളാണെങ്കിൽ 85% മലയാളികളാണ് പുറത്തുണ്ടെങ്കിൽ ഇവിടെ മലയാളികളെ ഇവിടെ തന്നെ താമസിപ്പിച്ച് ഇവിടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്ന, നല്ല ജോലി കൊടുക്കാനുള്ള അവസരം രവിപിള്ള ഉണ്ടാക്കണം എന്ന ഒരു അപേക്ഷ കൂടി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ ജയ മഹിതേ വിജയ. I extend my heartfelt congratulations to my dear friend and deepest gratitude for your unwavering commitment to excellence, your exemplary leadership, and your lasting friendship. Your work continues to inspire us all, and we are proud to have you as our guiding light and lifetime partner. At the end, Ganesh, a token of advice, please follow your father's steps. Thank you very much. Thank you so much. I request Ahmad Abdul Malik, who is receiving the Uttariyam and receiving the memento. 3 വാക്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്ന്, ഒരു അപൂർവ ജന്മം. അപൂർവ ജന്മം എന്ന് പറഞ്ഞാൽ പോരാ, അപൂർവ ജന്മം. അങ്ങനെയുള്ളൊരു ജന്മത്തിനെ ഇത്ര വളരെ ജനസേവനം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. 2, വളർന്ന് പന്തലിച്ച ഒരു വടവൃക്ഷം, നന്മേറിയ ജനലക്ഷങ്ങൾക്ക് തണലേകുന്ന ഒരു വടവൃക്ഷം. പിന്നെ ഈ രണ്ട് വാക്യങ്ങളിൽ കൂടി അദ്ദേഹത്തിൻ്റെ സംഭാവനകളെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 3, അദ്ദേഹത്തിൻ്റെ വളർച്ച, ഒരു വിത്തിൽ നിന്ന് ഒരു വടവൃക്ഷം സാവധാനം വളർന്ന് എങ്ങനെ പടർന്ന് പന്തലിക്കുമോ അതാണ് ശ്രീ രവിപിള്ള സാർ. ജയ ജയ മഹിതേ വിജയ. ജയ ജയ മഹിതേ വിജയ. ജയ ജയ മഹിതേ. നോർക്കയ്ക്ക് വേണ്ടി നോർക്കയുടെ CEO ശ്രീ അജിത് കൊളാശ്ശേരിയും അദ്ദേഹത്തിന് മെമൻറ്റോ സമർപ്പിക്കുന്നു. ബഹ്റൈൻ സ്നേഹസമാജത്തിന് വേണ്ടി ശ്രീ രാധാകൃഷ്ണ പിള്ള. പല കമ്പനികളിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും മികച്ച സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും
നൽകി വരുന്ന RP ഗ്രൂപ്പിന്റെ അമരക്കാരനായ രവിപിള്ള സാറിനോട് എന്റെ നന്ദിയും കടപ്പാട് അറിയിച്ചുകൊണ്ട് എല്ലാവിധ നേട്ടങ്ങൾക്ക് കാരണം രവിപിള്ള സാറും RP ഗ്രൂപ്പും. തുടക്കക്കാരനായി എനിക്ക് എല്ലാവിധ സേവനങ്ങളും സൗകര്യങ്ങളും കൊണ്ട് എന്റെ കൂടെ നിന്ന RP ഗ്രൂപ്പിന് അതിന്റെ ചെയർമാനായ ഡോക്ടർ രവിപിള്ള സാറിന് എന്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും സ്നേഹവും. എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന വർഷമാണ്. ഈ വർഷം എൻ്റെ ബിസിനസ് യാത്രയിൽ 50 വർഷം ആവുന്നു. എന്നെ ഞാനാക്കി മാറ്റിയ ഗൾഫ് ജീവിതത്തിന് 45 വർഷം പൂർത്തിയാകുന്നു. ഈ അവസരത്തിൽ ഇത്തരൊരു സ്വീകരണം ലഭിക്കുന്നത് എൻ്റെ പ്രവാസ ജീവിതം ആരംഭിക്കുന്നത് പുണ്യഭൂമിയായ സൗദിയിലാണ്. ഇപ്പോൾ എൻ്റെ ഇടത്താവളമായി മാറിയ ബഹ്റിൻ എന്ന രാജ്യം നൽകിയ അംഗീകാരമാണ് ഈ സ്വീകരണത്തിന് കാരണമായത്. ബഹ്റിനിൽ ലോകത്തിൽ തന്നെ വലിയ റിഫൈനറി നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നതും കൂടാതെ ലോകത്തെ ഏറ്റവും വലിയ അലുമിനിയം സ്മെൽറ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതിനും അതിലൂടെ ഏറ്റവും അധികം സ്വദേശികൾക്കും വിദേശികൾക്കും തൊഴിൽ നൽകാൻ അവസരം നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. കൂടാതെ ബഹ്റിൻ്റെ വികസനത്തിന് നിരവധി മേഖലയിൽ സംഭാവന ചെയ്തതും ഞങ്ങൾക്ക് പങ്കുണ്ട്. ബഹ്റിൻ്റെ വികസനത്തിന് എൻ്റെ സംഭാവനകൾ മാനിച്ചാണ് ബഹ്റിൻ രാജാവ് ഹിസ് മേജസ്റ്റി ഹമദ് ബിൻ അൽ ഖലീഫ എനിക്ക് ഫസ്റ്റ് ക്ലാസ് എഫിഷ്യൻസി മെഡൽ അവാർഡ് സമ്മാനിച്ചത്. ആദ്യമായാണ് ഈ അവാർഡ് ഒരു വിദേശിക്ക് ലഭിക്കുന്നത്. ഈ അവാർഡ് ഇന്ത്യക്കാർക്ക് ഭാഗ്യമായി ഞാൻ കരുതുന്നു. I would like to take this opportunity to express my heartfelt gratitude to the rulers of Bahrain and the citizens of Bahrain for this great honor. ഈ ബഹുമതി ഇന്ത്യക്ക്, പ്രത്യേക കേരളത്തിനും എല്ലാ പ്രവാസി ഇന്ത്യക്കാർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കുമുള്ള ആദരവായി ഞാൻ കാണുന്നു. ഈ ബഹുമതി ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും കൂടി സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. എൻ്റെ പ്രവാസി ജീവിതം തുടങ്ങുന്നത് 1978 സൗദി അറേബ്യയിൽ അൽക്കോബാറിലാണ്. സൗദിയിൽ എണ്ണ ഉൽപ്പാദനത്തിൻ്റെ ആസ്ഥാനമായ ആറാംകോ സ്ഥിതി ചെയ്തത് ലഹ്റാൻ അൽക്കോബാർ എന്ന സ്ഥലത്താണ്. ഞാൻ സൗദിയിൽ എത്തുമ്പോൾ എൻ്റെ കൈമുതലായി ചെറിയൊരു ക്യാപിറ്റലും ആത്മവിശ്വാസവും മാത്രമാണ് ഉണ്ടായിരുന്നത്. 150 ജീവനക്കാരുമായി സൗദി തുടങ്ങിയ എൻ്റെ കമ്പനി ഇന്ന് വിവിധ രാജ്യങ്ങളിൽ 10,000 ആൾക്കാർ ജോലി ചെയ്യുന്നു. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വർഷം തോറും തൊഴിൽ കൊടുക്കുവാൻ കഴിയുക എന്നതാണ്. ഞങ്ങളുടെ വളർച്ചയ്ക്ക് പ്രധാന കാരണം ഏത് രാജ്യത്ത് ജോലി ചെയ്യുമ്പോഴും ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് മാത്രമേ ഞങ്ങൾ ബിസിനസ് ചെയ്യാറുള്ളൂ. അതോടൊപ്പം എൻ്റെ കമ്മിറ്റ്മെൻറ്റും എന്നോടൊപ്പമുള്ള വിശ്വസ്തരായ ജീവനക്കാരുടെ സിൻസിയാരിറ്റി മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ 45 വർഷക്കാലം ഞാൻ ചെലവഴിച്ചത് ഗൾഫ് രാജ്യങ്ങളിലാണ്. ഈ ഗൾഫ് കൺട്രീസാണ് എന്നെ ഞാനാക്കിയത്. 1978 ഞാൻ സൗദിയിലെത്തുമ്പോൾ ഓയിൽ പ്രൈസ് ബാരലിന് $9.47 കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ 79 റുപ്പീസ്. ഇന്ന് ഓയിൽ പ്രൈസ് ഒരു ബാരലിന് $76, അതായത് 6,500 രൂപ. നിങ്ങളുടെ അറിവിലേക്ക് പറയട്ടെ, അന്ന് ഒരു സൗദി റിയാൽ $1.50 ആയിരുന്നു. ഇന്നത്തെ 23 രൂപയിൽ മുകളിലാണ്. 1990 തുടങ്ങിയ ഗൾഫ് യുദ്ധകാലത്താണ് ലോക വിപണിയിൽ എണ്ണയ്ക്ക് ഹൈ ഡിമാൻഡ് ഉണ്ടാകുന്നതും വില ഏറ്റവും കൂടുന്നതും. അതിനുശേഷമാണ് ഗൾഫിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നത്. അന്ന് എനർജി മേഖലയിൽ ഇന്ത്യൻ എംപ്ലോയീസിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു. എന്നാൽ ഞങ്ങളുടെ കമ്പനി ഇന്ത്യൻ എംപ്ലോയീസിനെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് എനർജി മേഖലയിൽ എംപ്ലോയ് ചെയ്തു. അതിനുശേഷമാണ് ഗൾഫ് എനർജി മേഖലയിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിച്ചത്. ഒരു കാര്യം സന്തോഷത്തോട് പറയട്ടെ, സൗദിയിലെയും കുവൈറ്റിലെയും അബുദാബിയിലെയും ബഹ്റിനിലെയും ഖത്തറിലെയും ഏറ്റവും വലിയ റിഫൈനറീസും ഗ്യാസ് പ്ലാന്റും പെട്രോകെമിക്കൽ പ്ലാന്റും കൂടുതൽ നിർമ്മിച്ച ഞങ്ങളുടെ കമ്പനിയാണ്. ഈ പ്രോജക്റ്റുകളിൽ ജോലി ചെയ്യുന്നത് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഇന്ത്യക്കാരും കേരളീയരുമാണ്. ഈ അവസരത്തിൽ ഐ ആൻഡ് മൈ ഫാമിലി ഒരു കാര്യം കമ്മിറ്റ് ചെയ്യുന്നു.
എൻ്റെ വൈഫ് ഗീത ഇവിടെയുണ്ട്. എൻ്റെ മക്കളായ ഗണേഷും ഡോക്ടർ അരി ഇവിടെയുണ്ട്. ഈ വർഷം സെപ്റ്റംബർ മുതൽ അടുത്ത 50 വർഷത്തേക്ക്, അതായത് 2025 മുതൽ 2075 വരെ 525 കോടി രൂപയുടെ രവി പിള്ളൈ അക്കാഡമിക് സ്കോളർഷിപ്പ് നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് വാറണ്ടി ചെയ്തത് എൻ്റെ വൈഫ് ഗീതയും മക്കളായ ഗണേഷും ആരതിയുമാണ്. 2075 വരെയുള്ളത്. അതാണ് ഇവർ പറഞ്ഞത്. ഓരോ വർഷവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ 1500 കുട്ടികൾക്ക് വീതം ഹയർ സ്റ്റഡീസിനായി 10,50,00,000 രൂപ വീതം നീക്കിവെച്ചിട്ടുണ്ട്. സ്കോളർഷിപ്പിന് വിതരണത്തിനായി ഈ തുക ഓരോ വർഷവും ആഗസ്റ്റ് മാസത്തിൽ നോർക്കയ്ക്ക് കൈമാറും. തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് സെപ്റ്റംബറിൽ നോർക്ക ഈ തുക വിതരണം ചെയ്യും. ഞാൻ ചുരുക്കട്ടെ, ഇന്ത്യക്കാർക്ക് ഇനിയും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നതിനും കേരളത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതിനും അവസരമായി ഈ അംഗീകാരത്തെയും സ്വീകരണത്തെയും ഞാൻ കാണുന്നു. ഈ സ്വീകരണം ഒരുക്കിയ നോർക്കയുടെ എല്ലാ അംഗങ്ങൾക്കും മറ്റ് സംഘടനകൾക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മറ്റ് മന്ത്രിമാർ, MP-മാർ, MLA-മാർ, വേദിയിലും സദസ്സിലുള്ള ഓരോരുത്തർക്കും മാധ്യമപ്രവർത്തകർക്കും എൻ്റെ പ്രിയ നാട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിനീതമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അദ്ദേഹത്തിന് ഇനിയും ആദരവർപ്പിക്കാൻ സംഘടനകളും വ്യക്തികളും ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തന്നെ ആദ്യം വിളിക്കട്ടെ. RP ഗ്രൂപ്പ് മിഡിൽ ഈസ്റ്റ് ടീമിൻ്റെ ഹാരാർപ്പണമാണ്. അതിൻ്റെ പ്രതിനിധികളെ ക്ഷണിക്കുകയാണ്. ജയ ജയ മഹിതേ വിജയ, ജയ ജയ മഹിതേ വിജയ. AV സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡിൻ്റെ പ്രതിനിധി. ജയ ജയ മഹിതേ വിജയ. മിസ്റ്റർ ഷാങ് വൂൽ, CEO കൊറിയോ മെസസ് ഖോയി, സൗത്ത് കൊറിയ. മിസ്റ്റർ സ്റ്റീവ് ഷിം, മാനേജിംഗ് ഡയറക്ടർ KSA മെസസ് ഖോയി, സൗത്ത് കൊറിയ. Next to honor is Mr. Arthur Danelian, Managing Director, Mrs. Howlett, France. Mr. Ajay Vemula, Group Sales Manager, United Gulf. Representing Jamia Marcus Alumni Saudi Chapter, Mr. Jalil Matul. Trivandrum Chamber of Commerce and Industry Secretary Sri Abraham Thomas. നെയ്യാറ്റിൻകര NSS താലൂക്ക് യൂണിയനെ പ്രതിനിധീകരിച്ച് രാമചന്ദ്രൻ നായരും ശ്രീ ഉണ്ണികൃഷ്ണൻ.
would also like to thank, if you ask me, I will say that, all the speakers, everybody has said so many reasons for Ravi Pillai's success. But if you ask me, the most important person of his success is behind his success is his gracious wife, Geeta. ജീവിത പങ്കാളി ഗീത ഒന്ന് എഴുന്നേക്കണം. എല്ലാവരും ഒരു നിറഞ്ഞ കയ്യടി ഗീതയ്ക്ക് നൽകണം. അതോടൊപ്പം തന്നെ രവിപിള്ളയുടെയും ഗീതയുടെയും മക്കളായ ഡോക്ടർ ആരതി, ഗണേഷ്, മരുമകൻ ഡോക്ടർ ആദിത്യ, മരുമകൾ അഞ്ജന, ഗ്രാൻഡ് സൺ റിവാൻ, ഏതൊരും അദ്ദേഹത്തിൻ്റെ എല്ലാ കുടുംബാംഗങ്ങളും, അതിൽ ഒരുപാട് ഫ്രണ്ട്സ് ബഹ്റൈൻ, ദോഹ, വിവിധ രാജ്യങ്ങളിൽ നിന്ന്, from all the countries, across the countries, they all reached here. We are extremely grateful for your presence here to witness this excellent opportunity and occasion. രവിപിള്ളയുമായിട്ട് എനിക്കുള്ള ബന്ധം ഒരു 30 വർഷമായിട്ടുള്ള ബന്ധമാണ്. അദ്ദേഹം കിംസ് ഹോസ്പിറ്റലിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഒരുപാട് സംഭാവനകൾ, ഒരുപാട് സ്ഥാപനങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാനും എൻ്റെ ബ്രദർ കിംസിൻ്റെ ചെയർമാൻ ഡോക്ടർ സഹദുള്ള ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും ഞങ്ങൾ ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യമായി ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണ് ഡോക്ടർ രവിപിള്ള. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തോട് പ്രത്യേകമായ സ്നേഹവും നന്ദിയുമുണ്ട്. ആ നന്ദിയും കൂടി ഒരിക്കൽ കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ടീം മെമ്പേഴ്സ്, ഐ ഹവ് സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ ഫ്രം വേരിയസ് കൺട്രീസ് ഹു ഹവ് റീച്ച്ഡ് ഹിയർ ടു എക്സ്റ്റെൻഡ് ദെയർ ലവ് ആൻഡ് അഫെക്ഷൻ ഓൾസോ ടു ഹിം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം, നന്ദി. അദ്ദേഹത്തിൻ്റെ പ്രവാസി ബന്ധു ഡോക്ടർ എസ് അഹമ്മദിനെ ക്ഷണിക്കുകയാണ്. NRI കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാനാണ് ശ്രീ അഹമ്മദ്. കല്ലുമൂട് ദേവി ടെമ്പിൾ SNDP യോഗം പ്രതിനിധികളായ രാജാമ്പളി ഗിരീശൻ, വിളപ്പിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാട്ടാക്കട പ്രതിനിധികളായ അനിൽകുമാർ, സന്തോഷ് കുമാർ, നവോദയ, കൃഷ്ണൻകുട്ടി, മൾട്ടി ലിങ്ക് മുംബൈ ആൻഡ് ഡൽഹി പ്രതിനിധികൾ, നടനും മാധ്യമപ്രവർത്തകനും വ്യവസായിയുമായ ഹരി നമ്പൂതിരി ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസിനെ പ്രതിനിധീകരിച്ചു. പുളിമരച്ചോട്ടിൽ സൗഹൃദ കൂട്ടായ്മ, ഊരിന്നേരും മണ്ണിൻ ചൂരും മറന്നിടാത്ത പ്രവാസികളെ, നിങ്ങൾ നട്ടു നനച്ചു വളർത്തിയ നാടാണ്, നിങ്ങളുടെ വേർപ്പിൻ ഗന്ധമെഴുന്നൊരു നാടാണ്, നിങ്ങളുടെ സ്വപ്നം ചിറകുവിടർത്തിയ നാടാണ്, നിങ്ങളെയോർത്ത് അഭിമാനം കൊള്ളും നാടാണ്, നാടാണ്, നാടാണ്. ഊരിന്നേരും മണ്ണിൻ ചൂരും മറന്നിടാത്ത പ്രവാസികളെ, കേരളമെന്ന വികാരം സിരയിൽ വറ്റാതൊഴുകും സ്നേഹിതരെ, ജാതി മതങ്ങൾക്കപ്പുറമുള്ളൊരു മാനവമോചന മാതൃകയെ ലോകം മുഴുവൻ പാടി നടക്കും കേരള മക്കൾ നിങ്ങൾ. ഊരിന്നേരും മണ്ണിൻ ചൂരും മറന്നിടാത്ത പ്രവാസികളെ, നിങ്ങളെ എന്നും ചേർത്തു പിടിച്ച കരങ്ങൾക്കേകാം അഭിവാദ്യം, ജീവിത വഴികൾ തെളിച്ചു തന്നൊരു വിളക്കിനേകാം അഭിവാദ്യം, കത്തും വെയിലിൻ തണലായെത്തിയ മനസ്സിനേകാം അഭിവാദ്യം, സ്നേഹത്തിൻ നറുപൂക്കൾ നൽകിയ കരുതലിനേകാം അഭിവാദ്യം.
രവി പിള്ള എന്ന ആ വലിയ മനുഷ്യസ്നേഹി, അല്ലെങ്കിൽ ആ വ്യവസായി കണ്ട കാഴ്ചകളും ജീവിത വഴിത്താരയിലെ ചെറുതും വലുതുമായ അനുഭവ സമ്പത്തിനാൽ നിറഞ്ഞ സുലഭ മുഹൂർത്തങ്ങളും വ്യത്യസ്ത രീതിയിൽ കോർത്തിണക്കിയ ഫോട്ടോ പ്രദർശനം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. വൻ ജനാവലി സാക്ഷിയായ നിമിഷങ്ങൾ മറ്റൊരേടായി ചരിത്രത്തിൽ അലിഞ്ഞു. സംസ്ഥാന തലത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കേരളത്തിന്റെ സ്പന്ദനങ്ങൾ ഒപ്പിയെടുത്ത പെയിന്റിംഗ് മത്സരം നോർക്ക സെക്രട്ടറി ശ്രീമതി ഡോക്ടർ കെ വാസുകി IAS ഉദ്ഘാടനം നിർവഹിച്ച വേളയിൽ കേരളത്തിന്റെ പൈതൃക ഛായയിൽ വിരിഞ്ഞ ഓരോ സൃഷ്ടിയും അനുഭവങ്ങളുടെ തുല്യം ചാർത്തി വിലയിരുത്താൻ പ്രശസ്ത ചിത്രകാരന്മാരായ നേമം പുഷ്പരാജ്, കാരയ്ക്കമണ്ഡപം വിജയകുമാർ എന്നിവർ സന്നിഹിതരായി. പത്മശ്രീ പ്രൊഫസർ കെ ഓമനക്കുട്ടി ഉദ്ഘാടനം ചെയ്ത സംഗീത നിമിഷങ്ങൾ കോർത്തിണക്കിയ ഗാനോത്സവ സായാഹ്നം എന്ന ഗാനാലാപന മത്സരവും പൊതുജനങ്ങൾക്കായി അരങ്ങേറിയ മറ്റൊരു കാഴ്ചവിരുന്നായി. മൺമറഞ്ഞുപോയ MTയും ജയചന്ദ്രനുമൊക്കെ അന്നവിടെ കൂടിയ ഏവരുടെയും മനസ്സുകളിലും കണ്ഠങ്ങളിലും പുനർജനിച്ച നിമിഷങ്ങളായി. ഒപ്പം ആസ്വാദന മികവിന് മാറ്റുകൂട്ടി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ആസ്വാദകരിൽ മനസ്സു നിറയിച്ച കാഴ്ചകൾക്ക് വഴിയൊരുക്കി. രവിപ്രഭ പ്രോഗ്രാമിന് മുന്നോടിയായി നടത്തപ്പെട്ട പെയിന്റിംഗ് ഗാനാലാപന മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കൂടി ഡോക്ടർ രവി പിള്ള ഈ അവസരത്തിൽ സമ്മാനിക്കുന്നു. LP സെക്ഷനിൽ നിന്ന് വിജയികളായവരുടെ പേരുകൾ വിളിക്കുകയാണ്. വേദ് തീർത്ത് ബിനേഷ് ഫസ്റ്റ്, സെക്കൻഡ് നേവൻ B അജയന്ത് ആൻഡ് തേർഡ് നൈതിക സന്തോഷ്. പ്രത്യേക പരാമർശത്തിന് അർഹരായത് അഷ്ടമി. രവിപ്രഭ പ്രോഗ്രാമിന് മുന്നോടിയായി സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച പെയിന്റിംഗ് ഗാനാലാപന മത്സരത്തിലെ വിജയികളും പ്രോത്സാഹന സമ്മാന ജേതാക്കളുമാണ് വേദിയിൽ ഇപ്പോൾ ഡോക്ടർ രവിപിള്ളയോടൊപ്പം ഫോട്ടോയ്ക്കായി പോസ് ചെയ്യുന്നത്. ഒരു നിറഞ്ഞ കയ്യടിയോടുകൂടി കുട്ടികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പ്രേംനസീർ സുഹൃത്ത് സമിതി പ്രസിഡന്റ് പനച്ചമൂട് ഷാജഹാൻ ഉപഹാരം സമർപ്പിക്കുന്നു. പ്രേംനസീർ സുഹൃത്ത് സമിതി സെക്രട്ടറി ബാദുഷ, മൈത്രി പ്രസിഡന്റ് ജമാലുദ്ദീൻ.
ബഹറിൻ്റെ പരമോന്നത ബഹുമതി ഫസ്റ്റ് ക്ലാസ് മെഡൽ ഓഫ് എഫിഷ്യൻസി ജേതാവായ ബഹുമാനപ്പെട്ട ഡോക്ടർ ബി രവി പിള്ളയ്ക്ക് ആദരവർപ്പിച്ചുകൊണ്ട് സംസ്ഥാനം ഒരുക്കിയ രവിപ്രഭ സ്നേഹസംഗമം ഔപചാരിക സമ്മേളനം ഇവിടെ പൂർത്തിയാവുകയാണ്.